ഹലോ. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള ഈ ഒരു ഇൻബിൽറ്റ് റാക്കിൻ്റെ വേർട്ടിക്കൽ സ്പേസും കൂടെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് തന്നെ നമ്മളൊരു റാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു വേർട്ടിക്കൽ സ്പേസും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ സ്പേസൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ട് ക്ലീൻ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഈ ഒരു വുഡ് പീസായിരുന്നു ഞാനവിടെ വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, ഏതോ വർക്കിൻ്റെ ബാക്കി പീസാണ്. ഇനി എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള കാർഡ്ബോർഡ് റോളാണ്. അപ്പോൾ ഇത് ഞാനൊരു വലിയ പീസ് കട്ട് ചെയ്തപ്പോൾ വന്നിട്ടുള്ള വേസ്റ്റ് പീസാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തിക്നെസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കാർഡ്ബോർഡ് റോള്. അപ്പോൾ ഇത് നല്ല തിക്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാർഡ്ബോർഡ് റോളാണ്. അപ്പോൾ നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് ആപ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റോളിൻ്റെ 2 പീസാണ് നമ്മുടെ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതുപോലെയുള്ള പേപ്പറൊക്കെ ഇപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വുഡിൻ്റെ ഡിസൈനുള്ള പേപ്പറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഞാൻ ഈ 2 റോളൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. സെയിം പ്രോസസ്സ് നമ്മൾ ഈ ഒരു വുഡ് പീസിലും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു വുഡ് പീസ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു 2 റോളും കൂടെ നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡായിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷേ ഞാനത് പ്ലാനൊക്കെ മാറ്റി. ആദ്യം ഇങ്ങനെ ഒരു റാക്കായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാനിത് തിരിച്ചു വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ സ്പേസ് ഒന്നും കൂടെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പിന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വെച്ചപ്പം നമുക്ക് ഈ ഒരു മുകളിലത്തെ ഭാഗം ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട് വേറൊരു വേസ്റ്റ് പീസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസും കൂടെ ഞാൻ ആ സെയിം പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ പീസിലേക്ക് നമ്മളെടുത്തിട്ടുള്ള ആ ഒരു 2 കാർഡ്ബോർഡ് റോളിൽ ഇതിൻ്റെ സ്റ്റാൻഡായിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് 2 റാക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള സെക്കൻഡ് റാക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു സ്പേസും പിന്നെ അതിൻ്റെ വേർട്ടിക്കൽ സ്പേസും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ഫസ്റ്റ് റാക്കിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്ന കുറച്ച് കപ്സും സ്പൈസ് ബോട്ടിൽസ് പിന്നെ സംസം വെള്ളം കൂടിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതെനിക്കെപ്പോഴും ഹാൻഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റാക്കിൽ ഞാൻ ചായക്കുള്ള നമ്മുടെ സാധനങ്ങളൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ഷുഗർ, കോഫി, ടീ ഒക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഒരു കെറ്റിലിൻ്റെ നേരെ മുകളിലുള്ള ഭാഗമാണിത്. അപ്പോൾ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തെടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുക്ക് ചെയ്യാൻ നേരത്ത് ഏറ്റവും ഹാൻഡി ആയിട്ടുള്ള സ്പേസും കൂടിയിട്ടാണിത്. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് ഞാൻ ഡെയിലി ബേസിസ് നമുക്ക് ആവശ്യമുള്ള മസാലയും കാര്യങ്ങളും കൂടെ ഈ ഒരു താഴത്തെ പോർഷനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന കുറേ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്കിന്ന് നമ്മുടെ വേർട്ടിക്കൽ സ്പേസ് യൂസ് ചെയ്യാനും കിച്ചൺ ഒന്നും കൂടെ ഫങ്ഷണലാക്കാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതുപോലെ റാക്കൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിൽ സ്പേസൊക്കെ ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വേർട്ടിക്കൽ സ്പേസ് യൂസേജിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു DIY വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കണേ. താങ്ക് യു.